നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും മുസ്ലിം ലീഗിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മുസ്ലിം രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അവര് നോമ്പ് കാലത്ത് മലപ്പുറത്ത് ഒരു ചായക്കട പോലും അനുവദിക്കുന്നില്ല. കൂടാതെ ശരീഅത്ത് നിയമം നടപ്പാക്കാനും ശ്രമിക്കുകയാണ്. ഇത് ഭരിക്കുന്ന സർക്കാരുകൾ, അതായത് കോൺഗ്രസിന് മുസ്ലിം ലീഗ് എന്ന ഊന്നുവടി ഇല്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അവര് 2026 ഭരണം കിട്ടാൻ കാത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഏത് തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ഒരു ചിത്രം അവർ തയ്യാറാക്കി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ അടുക്കൽ എല്ലാ തരത്തിലുള്ള ബാർഗെയിനിങ്ങും മുസ്ലിം ലീഗിൻ്റേത് നടക്കും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, അതായത് BJP കേരളത്തിൽ എത്ര സ്പേസ് പിടിച്ചാലും എങ്ങനെയെങ്കിലും 2026 അധികാരത്തിലെത്തണം എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവരുടെ നീക്കം മറ്റ് ചില ലക്ഷ്യമാണ്. അതിന് കോൺഗ്രസ് അവർ ഭരിക്കുന്ന കാലത്ത് അത് നടക്കും. കോൺഗ്രസിനെ ഏത് തരത്തിൽ വേണമെങ്കിലും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് വെള്ളാപ്പള്ളിയും അത്തരത്തിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇപ്പൊ കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് പോലും പാണക്കാട് നിന്നാണ്. പാണക്കാട് തങ്ങളുടെ അഭിപ്രായവും തേടിയതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡിനെ വിവരം അറിയിക്കുക. KPCC പുനഃസംഘടന പോലും ഇവിടെ പാണക്കാട്ട് നിന്നുള്ള ഒരു ലിസ്റ്റ് അനുസരിച്ചായിരിക്കും മുമ്പോട്ട് പോവുക. പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് DCC പ്രസിഡന്റുമാർ ആരായിരിക്കണം എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തീർച്ചപ്പെടുത്താൻ പറ്റത്തില്ല, ലീഗ് തീർച്ചപ്പെടുത്തും. ഇപ്പൊ നോക്കിക്കോ, 2026 അധികാരത്തിൽ വരുമ്പോൾ ഈ 2011 5-ാം മന്ത്രി എന്ന് പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായല്ലോ. അതൊക്കെ പോകും. 5-ാം മന്ത്രിയല്ല, ഇനി 6-ാം മന്ത്രിയും വരും. കൂടാതെ ഒരു ഉപമുഖ്യമന്ത്രിയും ഉണ്ടാകും. ആ ഉപമുഖ്യമന്ത്രി ആരാകുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഉപമുഖ്യമന്ത്രി എന്നുള്ളത് ഏതാണ്ട് മുഖ്യമന്ത്രിയെ പോലും ഭരിക്കുന്ന തരത്തിൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ഉപമുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യും. ഇല്ലെങ്കിലും അവർക്ക് ഭരണം മുഴുവനായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ ബാർഗെയിൻ ചെയ്തെടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി പലതും പറയുമ്പോഴും ചിലരത് ഗൗരവമായിട്ട് എടുക്കാതെ വിടും. വെള്ളാപ്പള്ളിയല്ലേ എന്തും പറയും, രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്, ഇതൊന്നുമല്ല അടുത്ത ദിവസം രാവിലെ പറയുന്നത് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ ഉണ്ട്. പക്ഷെ സമീപ സമയത്താണ് വെള്ളാപ്പള്ളി ഇത് ഈ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചുമൊക്കെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്നത് കുട്ടനാട്ടിലൊക്കെ ഈഴവ സമുദായത്തിന്റെ വോട്ടുണ്ട് ധാരാളം. ആ വോട്ടൊക്കെ വാങ്ങിക്കൊണ്ട് പലരും വിജയിച്ചു പോകുന്നു. പക്ഷേ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മറിച്ച് മുസ്ലിം ലീഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് UDF എത്ര സീറ്റ് കൊടുക്കുന്നുവോ ആ സീറ്റുകൾ ഏതാണ്ട് മിക്കവാറും എല്ലാം തന്നെ വിജയിച്ചവർ എത്തുകയും ചെയ്യും. അവരുടെ കോട്ടയാണ്. ഇവർക്ക് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ വികസനവുമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അധികാരത്തിൽ എങ്ങനെയും വരണമെന്നുള്ളത് കൊണ്ട് ഇവരിപ്പോൾ ചെയ്യുന്നത് ചില സീറ്റുകൾ കോൺഗ്രസിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു. ഇപ്പൊ ഗുരുവായൂർ സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരി സീറ്റും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കളമശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ P. രാജീവാണ്, വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അവിടെ എന്തായാലും തിരിച്ചു പിടിക്കാമെന്നൊരു കണക്കുകൂട്ടൽ ഇവർക്കുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിം കുഞ്ഞായിരുന്നു മത്സരിച്ചത് മുമ്പൊക്കെ.
അതിനുശേഷം 21 മകൻ മത്സരിച്ചു. പാലാരിവട്ട വന്ന പഞ്ചവടി പാലത്തിലൂടെ ഇവർക്കൊക്കെ പരാജയവും സംഭവിച്ചു. ഇനിയിപ്പോൾ ലീഗ് അത് അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്നിട്ട് കൊച്ചി പകരം കൊടുക്കാമെന്നുള്ള രീതിയിൽ, അതായത് കോൺഗ്രസിന് സാധിക്കുന്ന ഇടങ്ങളുണ്ട്. അങ്ങനെ LDFനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന മണ്ഡലം കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഗുരുവായൂർ മണ്ഡലം കെ മുരളീധരന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം കെ മുരളീധരന് എന്തായാലും വിജയിച്ച് വരണം. അപ്പോൾ അങ്ങനെ ലീഗ് അത്തരത്തിൽ ചെയ്യുന്നതിൻ്റെ കാരണം ലീഗിന് ഒന്നുകൂടി ബാർഗെയിനിങ് പവർ കൂടുകയാണ്. അവർ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിലോ അവർക്ക് വലിയ ശക്തിയാണ് UDFനകത്തുള്ളത്. പ്രധാന ഘടകകക്ഷിയാണ്. ഇപ്പൊ നോക്കിക്കോ, സീറ്റ് വിഭജനം വരുമ്പോൾ തന്നെ വലിയ അവിടെ വിലപേശൽ നടക്കും. കൂടുതൽ സീറ്റ് ചോദിക്കും. അവരുടെ സേഫായിട്ടുള്ള ഇടങ്ങളിൽ തന്നെ മലബാർ പ്രദേശങ്ങളിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ജയിച്ചു വരുന്നതിൻ്റെ പ്രധാന ഉത്തരവാദികൾ എന്ന് പറയുന്നത് ആരാണ്? ലീഗ് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂരിലെ വിജയം ഷൗക്കത്തിന് കിട്ടിയത്. ഷൗക്കത്തിനോട് മുസ്ലിം ലീഗിന്റെ പ്രേമം കൊണ്ടൊന്നുമല്ല. അത് കേരളത്തിലൊരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ലീഗ് അവിടെ ഇറങ്ങി അധ്വാനിച്ചു. കുഞ്ഞാലിക്കുട്ടി വീടുകൾ കയറി ഇറങ്ങി. മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത തരത്തിലുള്ള വിചിത്രമായ പ്രചാരണ പരിപാടികളായിരുന്നു UDF കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടവും ഉണ്ടായി. അപ്പോൾ കേരളം മുഴുവൻ ധരിച്ചു വശായിരിക്കുന്നത് ഒരു UDF തരംഗമാണ് നിൽക്കുന്നത്. പിണറായി വിജയനും LDF സർക്കാരിനും എതിരായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ലീഗ് മുന്നേറ്റം കുറിക്കുന്നത്. അത് ലീഗിന്, ഇപ്പം ലീഗ് നമുക്കറിയാം, അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അവർ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാളും. മുൻകാലങ്ങളിലും അതാണ് ചെയ്തിട്ടുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പായിരുന്നു അന്ന് കൈകാര്യം ചെയ്തിരുന്നത്. നല്ല മന്ത്രിയായിരുന്നു, അതൊക്കെ വേറെ കാര്യം. വ്യവസായം, IT ഉൾപ്പെടെ. ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി ആയിരിക്കും വരിക. ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റു ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി കൈകാളും. MK മുനീറിന് പൊതുമരാമത്ത് വകുപ്പ് പോകും. മുനീറും അത് മുമ്പ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇപ്പോൾ നമുക്കറിയാം. CPM ആണ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നത് ഏത് തരത്തിലുള്ള വകുപ്പാണെന്നറിയാം. അത്ര പ്രാധാന്യമില്ലാത്ത വകുപ്പുകളിലേക്കേ പോകത്തുള്ളൂ. പ്രധാന വകുപ്പുകൾ ഇപ്പൊ തന്നെ പിണറായിയുടെ കുടുംബത്തിനകത്തുള്ളവർക്കാണ്. അല്ലെങ്കിലും LDF അധികാരത്തിൽ വന്നാൽ പ്രധാന വകുപ്പ് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷേ പ്രധാന വകുപ്പുകൾ പോലും ലീഗിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളാപ്പള്ളി പറഞ്ഞതാണ് ശരി. പക്ഷേ ഈ വെള്ളാപ്പള്ളിയെ ഇനി മലപ്പുറത്ത് ഈ മുസ്ലിം ലീഗുകാർ കാലുകുത്തിക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ അവിടെ ഈ SNDP വിഭാഗം ഉണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ഒരു ചായക്കട തുറക്കാൻ പോലും അനുവദിക്കുന്നില്ല നോമ്പ് കാലത്ത്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു രാജ്യമായി മാറുകയാണ് മലപ്പുറത്തിനെ അങ്ങനെ മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.